നോക്കിയേ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരണു. മുതല പോകുന്ന കാണാനായിട്ട് നോക്കി ഒരു പ്രത്യേക ഭംഗിയില്ലേ, ശരിക്കും ഒരു മുതല ഇങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ അതേ പാലത്തിലെ ആളുകൾ കൂടി തുടങ്ങി. ചെറിയ പേടി നമുക്കായിട്ട്. കാരണം ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പം മച്ചന്മാരെ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇന്ന് നമ്മൾ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കാൻ പോവാണ്. ഒരു ചെറിയ കളിപ്പാട്ടമല്ല, വലിയ കളിപ്പാട്ടം. സംഭവം വേറെ ഒന്നുമല്ല, കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഒരു മുതലേനെ ഉണ്ടാക്കണം. അതായത് നല്ല ലൈവായിട്ട് ഒറിജിനൽ മുതലയുടെ സൈസിൽ ഒരു നല്ല രീതിക്ക് ഒഴുകി നടക്കുന്ന ഒരു ഏകദേശം മുതലായിട്ട് സാമ്യം വരുന്ന ഒരു കളിപ്പാട്ടം ഉണ്ടാക്കാനായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആഗ്രഹങ്ങളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ആ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്ന പോലെ ബാക്കി പരിപാടികൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് കണ്ടാലോ. അപ്പോൾ നമ്മുടെ മുതൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ആദ്യത്തെ സാധനമാണ് ഈ കാണുന്നത്. ഇതാണ് പോളിഫോം ഷീറ്റ്. ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഏകദേശം 2 ഇഞ്ച് കനത്തിലുള്ള പോളിഫോം ഷീറ്റ് 3 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുതലയുടെ ബോഡി നല്ല ഉരുട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഈ കാണുന്ന 3 പോളിഫോം ഷീറ്റുകൾ നമ്മൾ ഇനി ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് പശ ഒട്ടിക്കാനുള്ള പരിപാടി നോക്കട്ടെ. ഇവിടെ നമ്മൾ ഇത് ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് റോയൽ അഡ്ഹസീവ് എന്ന് പറയുന്ന ഒരു പശയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോളിഫോമൊക്കെ ഒട്ടിക്കാനായിട്ട് ഈ ഒരു പശ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തൊരു സ്പാച്ച് വെച്ചിട്ട് നമ്മളിത് മൊത്തത്തിൽ പരത്തി കൊടുക്കുകയാണ്. അതായത് ഈ ഒരു പശ നമ്മൾ അധികം നേരം ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റിലാവും. അതുകൊണ്ട് പശ തേച്ച് അപ്പോൾ തന്നെ നമ്മൾ അടുത്ത ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കണം. അതായത് പെട്ടെന്ന് തന്നെ ഇരിക്കണം നമ്മളുടെ ഈ ആക്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ അടുത്ത ലെയർ പശ കൂടി നമ്മൾ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 3ാമത്തെ ലെയറും നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ഒട്ടിച്ചെടുത്ത പോളിഫോമിലേക്ക് ഈ കാണുന്ന നമ്മളുടെ മുതലയുടെ രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന ഡൈമെൻഷൻ നമ്മൾ സ്കെയിലപ്പ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. നമ്മളൊരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 4x ഷീറ്റിലേക്ക് നമ്മൾ സ്കെയിലപ്പ് പ്രൊസീജിയറാണ് ആദ്യം ചെയ്യുന്നത്. അതായത് സെൻറ്റിമീറ്ററിനെ ഇഞ്ചാക്കി നമ്മുടെ മുതലയുടെ വലിപ്പം ഒത്തിരി കൂട്ടിയാണ് നമ്മൾ ഡ്രോ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത സൈഡിലെ പണി നമ്മൾ ചെയ്യുകയാണ്. ആദ്യം റഫായിട്ട് ഇതിൻ്റെ ഔട്ടർ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഔട്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം മുതലയുടെ തലയും വയറും ഇതിൽ വന്നു. ഇനി കുറച്ച് ഡീറ്റെയിലിംഗ് ആണ്. അതായത് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത റഫായിട്ടുള്ള ആ ഒരു ഡിസൈന് നമ്മൾ മുതലയുടെ ബോഡിയാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിന്ന പണിയായിരുന്നു ഇത്. കാരണം നമ്മളും ആദ്യമായിട്ടാണ് ഈ ഒരു പണി ഈ ഒരു മെറ്റീരിയലിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മുതലയുടെ ബോഡി ഏകദേശം നമ്മൾ സെറ്റാക്കി, ബോഡിയും തലയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെത്തി മിനുക്കി ഇങ്ങനെ എടുത്തത് ഏകദേശം തലയും അതുപോലെ തന്നെ ബോഡിയുടെ ആ ഒരു പകുതി പോർഷൻ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുതലയ്ക്കൊക്കെ ശൽക്കങ്ങളുണ്ടാവും. അതായത് മുതലയുടെ മുതുകിലൊക്കെ ഇങ്ങനെ മുള്ളു പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ട്രിപ്പായിട്ട് നമ്മളുടെ ഈ ഒരു ഷീറ്റിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം മുള്ളു പോലെ ചെത്തിയേക്കാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പശ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ മുതലയുടെ പുറത്ത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം മുതലയ്ക്കുള്ള ആ ഒരു ശൽക്കങ്ങൾ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഏകദേശം ഒരു 4 ഷീറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്താണ് ഇത് റെഡിയാക്കിയത്. ഇനി നീളത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതെന്തിനാന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മുതലയുടെ വാലിനുള്ള മെക്കാനിസം ഉണ്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വടി പോലെ വാലിൽ നിന്ന് കഴിഞ്ഞ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് ആടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ പണികളൊക്കെ നല്ല സ്പീഡാക്കിയാണ് കാണിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നമ്മുടെ മുതലയുടെ വാലിൻ്റെ ആ ഒരു വളയുന്ന മെക്കാനിസം കിട്ടാനായിട്ട് നമ്മൾ വാലിന് ഓരോ പൊഴികൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തിരി ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ 2 സൈഡ് നമ്മൾ പൊഴികൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നമ്മുടെ വാല് ഫ്ലെക്സിബിളായി. അതിൽ കുറച്ച് ഡീറ്റെയിലും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മുടെ മുതലയ്ക്കുള്ള കയ്യും കാലും ഉണ്ടാക്കലാണ്. ഇതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ വരച്ചെടുത്ത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത കയ്യും കാലും നമ്മൾ ഇതിൽ ഒട്ടിച്ച് വെച്ചപ്പോൾ മുതലയുടെ ബോഡി ഒരുവിധം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുതലയുടെ ബോഡി നമ്മൾ ഉണ്ടാക്കിയതാണിത്. അതുപോലെ തന്നെ വാലാണ് ഈ കാണുന്നത്. അപ്പോൾ ബോഡിയും വാലും കൂടി നമ്മളിത് ഈ ഒരു മരക്കഷ്ണം വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മരക്കഷ്ണത്തിൻ്റെ 2 വശം നമ്മൾ മുനപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പശ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ബോഡിയിലേക്ക് നമ്മൾ പകുതി കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ബാക്കിയുള്ള പോർഷനിൽ നമ്മൾ പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മുതലയുടെ വാല് ഇതിലേക്ക് നമ്മളവിടെ കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ മുതലയുടെ വാലും കൂടി നമ്മൾ ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബോഡിയുടെ പണി വരുന്നത് തീർന്നു കേട്ടോ. അപ്പം ഇനി നമ്മുടെ മുതലച്ചാറ് നമുക്ക് പെയിന്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ താഴെ വെച്ചാണ് നമ്മൾ പെയിന്റ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് നോക്കിയാൽ നമ്മുടെ മുതലയുടെ ബോഡി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടില്ലേ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായേ. അപ്പോൾ ഇപ്പം നല്ല വെളുത്ത കുട്ടപ്പനായിട്ടിരിക്കുകയാണ് നമ്മുടെ മുതലച്ചാറ്. നമ്മളിനി ആദ്യം ബേസ് കോട്ട് ഒരു പച്ച അടിച്ചെടുക്കാൻ പോവാണ്.
അപ്പോൾ നമ്മുടെ ഒരു ബസ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറുണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പച്ചയിൽ സെറ്റാക്കി എടുക്കണം നമ്മുടെ മുതലേനെ. അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റ് വെച്ച് നമ്മൾ ആദ്യത്തെ കോട്ട് അടിച്ചു. അതിനുശേഷം നമ്മൾ ഇനി നമ്മുടെ സാധാ പെയിൻറ്റിലേക്ക് നമ്മൾ ബ്ലാക്കും അതുപോലെ യെല്ലോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ക്യാരക്ടർ ലൈനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കളറുകളൊക്കെ പാളി പോകുന്നുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടുന്ന കളറുകളൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത് മുതലേനെ ഒരു സുന്ദര കുട്ടപ്പനാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ബ്രഷിനടിച്ച് നമുക്ക് എത്താത്ത കാരണം നമ്മളിപ്പോൾ സ്പോഞ്ച് മുക്കിയാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡിയിലേക്ക് നല്ല രീതിക്ക് പിടിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു പെയിന്റ്. അങ്ങനെ നമ്മുടെ മുതലയുടെ പെയിന്റ് അടി ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ട് ഇനി ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ മുതലയുടെ ഉള്ളിലെ ബാറ്ററിയും അതുപോലെ നമ്മുടെ മോട്ടറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. അങ്ങനെ നമ്മുടെ നൈഫ് വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയലിൽ നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോർഷനിലുള്ള പീസ് നമ്മൾ ഇളക്കി മാറ്റി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി നമ്മുടെ ക്രൊക്കഡൈലിന്റെ എഞ്ചിൻ സെക്ഷൻ, അതായത് നമ്മുടെ ക്രൊക്കഡൈലിനെ വെള്ളത്തിൽ ഇങ്ങനെ ഓടിക്കാനായിട്ടുള്ള സെറ്റപ്പ് നമുക്ക് റെഡിയാക്കണ്ടേ. അതിന് വേണ്ട മോട്ടോർ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സബ്മറൈൻ മോട്ടറാണ് കേട്ടോ. ഇത് ഈ ഒരു സബ്മറൈൻ മോട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിന്റെ അടിയിൽ നമുക്ക് ഇടാനായിട്ട് പറ്റും, കത്തിയൊന്നും പോകില്ല. പക്ഷെ ഒരു 4-5 വർഷത്തെ പഴക്കമുണ്ട്, എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. അതിന് കൂടെ നമ്മളൊരു ESC, അതായത് ഡ്രോൺ മോട്ടറിലൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ESC നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊരു ബ്രഷ്ലെസ് മോട്ടറാണ്, അതുകൊണ്ട് നമുക്ക് ESCയിൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു സർവോ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു 180 റൊട്ടേറ്റ് ആവുന്ന സർവോ ആണ്. അതുപോലെ തന്നെ നമ്മൾ ലിഥിയം പോളിമർ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 സെല്ലിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈ സ്കൈയുടെ റിമോട്ടും അതുപോലെ തന്നെ ഈ ഒരു റിസീവറും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിമോട്ട് കൺട്രോൾ റെഡിയാക്കുന്നത്. അപ്പോൾ ചടപെടാൻ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ സർവോൻ്റെയും അതുപോലെ തന്നെ മോട്ടറിൻ്റെയും സിഗ്നൽ വയറുകൾ നമ്മൾ റിസീവറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി വെച്ച് നമ്മളിത് പവർ അപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വയറിങ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റിമോട്ട് നമ്മൾ ഓണാക്കി, സംഭവം ചാലു ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതാണ് ത്രോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ത്രോട്ട് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. ത്രോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സെർവോയിലാണ് നമ്മൾ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ക്രൊക്കഡൈലിൻ്റെ ആ ഒരു ആക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണത് ഇതിലാണ് കേട്ടോ. അപ്പോൾ ത്രോട്ട് ഇവിടെ നമ്മുടെ ഡയറക്ഷൻ കൺട്രോളിങ് കൂടെ കണ്ട. അപ്പോൾ ഈ കാണുന്ന സബ്മറൈനെ നമുക്ക് ഈ ഒരു ഷാഫ്റ്റുമായിട്ട് പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു പ്ലേറ്റ് വേണം, അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ പ്ലേറ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ക്വയർ ട്യൂബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആ ഒരു ഹോള് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് പഞ്ച് ചെയ്തിട്ട് നമ്മൾ അവിടെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബിറ്റ് ഇട്ട് 2 ഹോളുകൾ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഗ്രൈൻഡിങ് മെഷീൻ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസ് നീളമുള്ളൊരു ബോൾട്ടിലേക്ക് വെച്ച് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വെൽഡ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്ക് ഒരു ബെയറിങ്ങിലേക്ക് 2 ബോൾട്ടും കൂടി ഞാൻ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു വാഷർ വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ വാഷറിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് സർവോമേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഇനി നേരെ നമ്മുടെ മോട്ടോറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് 2 സ്ക്രൂവിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ മോട്ടറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കുക, കാരണം വെള്ളത്തിൽ വെച്ച് ഇത് അഴിഞ്ഞു പോയാൽ മോട്ടർ പോകും കേട്ടോ. അതിനുശേഷം നമ്മളുടെ ക്രൊക്കഡൈലിൻ്റെ ബോഡിയിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു ഹോൾ ഇട്ടിട്ട്, അതായത് താഴെ ഹോൾ ഇട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. ആ കാണുന്ന ഷാഫ്റ്റിലേക്ക് ഇനി നമുക്ക് സെർവോ കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കെട്ടുകമ്പി വെച്ചിട്ട് നമ്മളിട്ടിരിക്കുന്ന ഹോൾ വഴി അത് കെട്ടുന്നേ ഉള്ളൂ. അപ്പോഴേക്കും അത് കണക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് കൊടുക്കണം. നമ്മളിത് ലെഫ്റ്റ് റൈറ്റ് അത് നമ്മളിതിൽ തിരിക്കുമ്പോൾ ആ സെർവോയുടെ ഹെൽപ്പിൽ നമ്മുടെ മോട്ടർ നോക്കി തിരിയുന്ന കണ്ട. ഈ ഒരു ആക്ഷനാണ് നമ്മുടെ മുതലേക്ക് നമ്മൾ ഓടിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഓട്ടം കിട്ടാനായിട്ട് നമ്മൾ എടുക്കുന്നത് കണ്ട. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മുതലച്ചാരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ മുതലേനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പാലൊടിഞ്ഞു വന്നൊന്നും അറിഞ്ഞൂടാ. ഇതേ കണ്ട, ഇതാണ് നമ്മുടെ മുതലച്ചാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയല്ലല്ലോ മുതലറിയാ, മുതലക്കറിയോ? അത് പൈപ്പല്ലേ. വാ, അങ്ങനെ നമ്മുടെ മുതലേനെ നമ്മൾ കൊണ്ടുപോവാണ് കേട്ടോ, കൊണ്ടുപോവാണ്. വാലുമ്പോ സപ്പോർട്ട് ചെയ്തോ. മുതലേനെ തൽക്കാലം നമ്മൾ മലത്തിയാണ് കിടത്തുന്നത്. അങ്ങനെ നമ്മുടെ മുതലച്ചാരെ വണ്ടിയിൽ കയറ്റി നേരെ നമ്മൾ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോവാണ്. ഇതാണ്ട് മുതലച്ചാരുടെ എൻജിൻ കണ്ട. ഇത്ര കളർട്ടായിട്ട് ഇനി കാണാൻ പറ്റൂല. അപ്പൊ ഇവനെ നമ്മൾ കയറ്റി വിടുന്ന മോനെ പോട്ടെ പോട്ടെടാ. അപ്പൊ നമ്മുടെ മുതലച്ചാരായിട്ടുള്ള വണ്ടി പാടത്തേക്ക് പോട്ടെ, നമ്മളും പിന്നാലെ പോവാണ്.
അങ്ങനെ മക്കളെ ഇതേ നോക്കിയേ നമ്മുടെ മുതലച്ചാറ് ഇനി നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം നോക്കിയിട്ട് നമ്മളിതേ ഇവനെ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന മോട്ടറിലാണ് നമ്മുടെ പ്രതീക്ഷ. കണ്ട ഈ ഒരു മോട്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാം പോയി. ഇത് സംഭവം വെള്ളത്തിലെത്തുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഉറപ്പില്ല കേട്ടോ, കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് വെള്ളത്തിൽ ഇറക്കി നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മുതലച്ചാറ് ഇനി നമ്മൾ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, മുങ്ങിപ്പോവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മുതല വെള്ളത്തിൽ മുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. സംഭവം നല്ല രസമായിട്ട് പൊന്തി കിടക്കുന്നുണ്ട്. ഇപ്പോഴേ അവൻ ഒരു വളവുണ്ടാ. ഓക്കെ, അപ്പോൾ ഇതേ മുതലേനെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. മോനെ ആ റിമോട്ട് കൺട്രോൾ ഇങ്ങനെ എടുത്തേടാ. ഓക്കെ പ്രവീണേ, ഓടിക്കട്ടെ മുതലേനെ? ഓടിച്ചോ. നമ്മുടെ മുതല പോണേ, അത് അങ്ങോട്ട് പോണേ. എന്താ മുതലിങ്ങനെ എടുത്ത് കറങ്ങണേ? ആ ഇല്ലട്ടല്ല, അയാൾക്കെടുക്കേണ്ടി വരുമോ? അയാൾക്കെടുക്കേണ്ടി വരോടാ. റിവേഴ്സ് ഗിയർ വെക്കാൻ മറന്നുപോയി. മുതലേക്ക് റിവേഴ്സ് വെക്കാൻ മറന്നുപോയിടാ. നമ്മുടെ മുതലേക്ക് നമ്മൾ ജീവൻ കൊടുത്ത് വിട്ടേക്കാട്ടോ. സംഭവം നോക്കി, നമ്മുടെ മുതല പോണ നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട്? ശരിക്കും വാലൊക്കെ ആട്ടി ദേ ഈ ഒരു കൺട്രോളിങ്ങിലാണ് അത് പോകുന്നത്. നമ്മളിങ്ങനെ വാലാട്ടുന്നത് നമ്മുടെ കയ്യിലിരിക്കണ ഈ ഒരു സൂന വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് തിരിക്കാം. കണ്ട വേണമെങ്കിൽ മോഹൻലാലൊക്കെ പോണ വരി അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റൂട്ടോ ഇതിൽ. സംഭവം നോക്കി അടിപൊളി. നമുക്ക് അപ്പുറത്തെ കാട്ടി കൊണ്ടുപോയി ഒന്ന് കയറ്റിയിട്ട് അവിടുത്തെ കാട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. അങ്ങനെ ദേ നമ്മുടെ മുതലച്ചാരി ഒരു കലങ്കിനുള്ളിലേക്ക് നമ്മൾ ഓടിച്ചു കയറ്റി. അവിടെ നിന്ന് ദേ തിരിച്ച ആളെ പുറത്തേക്ക് ഇറക്കി. നല്ല രസമാട്ടോ. നമ്മളിത് ഓടിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല രസമാണ്. നമ്മൾ കരയെന്ന് കാണുന്നതും ആകാശക്കാഴ്ചയും എല്ലാം അടിപൊളിയാണ്. നമ്മുടെ മുതലയുടെ കൈയും കൂടി ഒന്ന് ഫ്രീ ആക്കി വിടാമെന്ന് തോന്നി ഇത് കണ്ടപ്പോൾ. കാരണം കൈ ഇത്തിരി അവിടെ സ്റ്റിഫായിട്ടിരിക്കുന്ന പോലെയുണ്ട്. പക്ഷെ ബാക്കി ബോഡി മൂവ്മെൻ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല രസമായിട്ട് നമുക്കിങ്ങനെ ആട്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇടിക്കുമെന്ന് ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് അതിൻ്റെ പൊസിഷൻ അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ കൊണ്ടുപോയി ഓടിക്കാനും ഉള്ള ഓപ്ഷൻ നമ്മളിതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി നല്ല രസമായിട്ട് പോകുന്നില്ലേ നമ്മുടെ ക്രൊക്കഡൈൽ അഥവാ മുതലക്കുട്ടൻ. അപ്പോൾ നമ്മളുടെ സൈസ് നല്ല നീളമുണ്ട് കേട്ടോ. ഒരു മനുഷ്യനേക്കാളും നീളത്തിലാണ് നമ്മളുടെ ഒരു ക്രൊക്കഡൈലിനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൽ വെച്ചായിരുന്ന മോട്ടർ കുറച്ച് പഴക്കമുള്ളതാണ് എന്ന്. പക്ഷേ പുള്ളി ഇപ്പോഴും നല്ലോണം പണിയെടുക്കുന്നുണ്ട്. നോക്കി ശരിക്കും ആകാശക്കാഴ്ച വന്നപ്പോൾ ഒരു മുതല വെള്ളത്തിൽ കൂടി ഇങ്ങനെ എന്താ പറയുക നീന്തി അങ്ങനെ ഒഴുകി പോകുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയുക ഓടിച്ചിട്ടും കൊതി തീരാതെ ഇങ്ങനെ ചപ്പ് ചവറ് പോലെ നമ്മൾ ഇത് ഓടിച്ച് കളിക്കായിരുന്നു കേട്ടോ. അടിപൊളി. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്പീഡൊക്കെ കൂട്ടി കുറച്ചൊക്കെ പ്രവീൺ മച്ചാൻ്റെ എഡിറ്റിങ്ങിലാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോൾ മുതല പോകുന്ന ആ ഒരു ഓളം ഉണ്ടാക്കുന്നതും കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാട്ടോ. അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങൾ തീരുന്നവരെ നമ്മൾ ഓടിച്ചോടിച്ച് അവസാനം എന്താ പറയുക കരയ്ക്ക് കയറ്റണമല്ലോ. അങ്ങനെ നമ്മൾ അവനെ കൊണ്ടുവന്ന് കരയ്ക്കൊന്ന് അടുപ്പിച്ച് കയറ്റി കൊടുക്കുകയാണ്. എന്തായാലും അടിപൊളിയാട്ടോ, നല്ല അടിപൊളിയാണ്. അങ്ങനെ മക്കളതെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് നമ്മുടെ മുതലച്ചാറ് കരയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ ഫസ്റ്റ് റൗണ്ട് വിജയകരമായി പൂർത്തിയാക്കി വന്ന നമ്മുടെ മുതലച്ചാറിന് ഒരു തഴുകൽ അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതേ സംഭവം സെറ്റ്. നമ്മുടെ മുതല നല്ല അടിപൊളിയായിട്ട് നീന്തി പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രൈ സെറ്റാണ്. അതിന് അടുത്ത പരിപാടി വയ്ക്കാലോ. അപ്പോൾ ഇത് ഇനി പാലത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ഓക്കെ അല്ലോ മോനെ? തല ഈ സൈഡിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഇറക്കി കിട്ടോ. പതിയെ തള്ളി വിട്ടെ. ഇത് പിടിച്ചേ. അങ്ങനെ ദേ നമ്മളുടെ പുഴയിൽ നല്ല ഒഴുക്കമുള്ള പുഴയിലേക്ക് ഇതേ നമ്മുടെ മുതലേനെ ഇറക്കി നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കൃഷ്ണൻകോട്ട പാലത്തിൻ്റെ താഴെയാണ് നമ്മൾ ഈ മുതലേനെ ഇറക്കിയിരിക്കുന്നത്. നാട്ടിൽ ദേ കാട്ട് മുതൽ ഇറങ്ങി എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ മുതല പൂവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ആകാശ കാഴ്ചയിലാണ് ശരിക്കും ആ ഒരു മുതലയുടെ ഭംഗി കിട്ടുന്നത്. അങ്ങനെ നമ്മളിൽ നിന്ന് അകന്ന് പോകുന്തോറും നമ്മുടെ മുതലയ്ക്കൊരു പ്രത്യേക ഭംഗിയായി തുടങ്ങിയിട്ടാ. എന്താ പറയുക, നല്ല രസമായിട്ട് മുതല ഇങ്ങനെ നീന്തി പോകുന്നുണ്ട്.
നോക്കിയേ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ച് വരണം. മുതല പോകുന്ന കാണാനായിട്ട് നോക്കി ഒരു പ്രത്യേക ഭംഗിയില്ലേ, ശരിക്കും ഒരു മുതല ഇങ്ങനെ പോകുന്ന പോലെ. നല്ല ഒഴുക്കുള്ള സമയമാണ്. ഇപ്പോൾ ഇതേ പാലത്തിൻ്റെ മുകളിൽ ആളുകൾ കണ്ട് വന്നു തുടങ്ങി. അവർക്കൊക്കെ ഒരു ആശ്ചര്യമായി, എന്ത് സാധനമാണ് ഇപ്പോൾ അവിടെ. ഏകദേശം അകലെ നിന്ന് കാണുമ്പോൾ തന്നെ വലിയ മുതലായതുകൊണ്ട് ഒരു മുതല പോകുന്നത് പോലെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അതേ പാലത്തിൽ ആളുകൾ കൂടി തുടങ്ങി. ചെറിയ പേടി നമുക്കായിട്ട്, കാരണം ഇവിടെ പാലത്തിൽ ഒന്നാമത്തെ വീതി കുറവുള്ള പാലമാണ്. ഇങ്ങനെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് നമ്മളെ മുതലച്ചാരെ നമ്മൾ കുറച്ച് അകലേക്ക് അങ്ങോട്ട് മാറ്റി. അപ്പോൾ എന്തായാലും കണ്ടവരെല്ലാവരും നല്ല അടിപൊളിയായി സൂപ്പറായി എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുതലച്ചാര ഇനി പാലം വഴി അങ്ങോട്ട് നമ്മൾ അതിൻ്റെ അടിയിലേക്ക് കൂടി അങ്ങോട്ട് വിട്ടു. അവസാനം നമ്മുടെ റേഡിയോ കൺട്രോൾ നഷ്ടപ്പെട്ടു, കാരണം ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സിഗ്നൽ പിടിക്കാണ്ടാവും. അങ്ങനെ പോയി നമ്മുടെ മുതലച്ചാരെ നമ്മുടെ കയാക്കിലേക്ക് നമ്മൾ കയറ്റി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോഴും ബാറ്ററി ചാർജ് ഒന്നും പോയിട്ടില്ല. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മുടെ മുതലേനെ നമ്മൾ ഓടിച്ചു, അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയാക്കിൽ കയറ്റി മുതലച്ചാരിനി കരയ്ക്ക് കൊണ്ട് ചെല്ലണം കേട്ടോ. അപ്പോൾ നല്ല ഒഴുക്കാണ്, നമ്മളുടെ കയാക്കൊക്കെ നീങ്ങി പോവായിരുന്നു നമ്മൾ തുഴയുമ്പോഴും. അങ്ങനെ കുറച്ച് നേരത്തെ തുഴച്ചിലിന് ശേഷം നമ്മുടെ മുതലേനെ നമ്മൾ കരയ്ക്ക് അടുപ്പിച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? അങ്ങനെ നമ്മുടെ മുതലച്ചാരിനി കുറച്ച് നേരം നമുക്ക് വിശ്രമത്തിന് വിടാം. ഇവനെ നമുക്കിനി കരയ്ക്ക് കയറ്റി നേരെ തട്ടുംപുറത്തേക്ക് കയറ്റാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായിക്കാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ മുതല? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നല്ല രസമായിട്ടൊക്കെ നീങ്ങുന്നുണ്ടായിരുന്നില്ലേ? പിന്നെ നമ്മൾ അധികം നേരം മുതലിനെ ഓടിച്ച് കളിക്കാനായിട്ട് നിന്നില്ല, കാരണം പാലത്തിൻ്റെ മുകളിൽ ആളൊക്കെ കൂടിക്കഴിഞ്ഞ് വല്ല ആക്സിഡൻ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ മുൻഗണിച്ചുകൊണ്ട് അവസാനത്തെ നമ്മുടെ പാലത്തിൻ്റെയൊക്കെ ആ ഭാഗത്ത് ഓടിച്ച് നമ്മൾ കുറച്ചേ ഓടിച്ചുള്ളൂ. അതിൻ്റെ നേരെ നമ്മുടെ മുതൽച്ചാരെ കയറ്റി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലത്തെ ഇപ്പോൾ നമ്മൾ മുതലയുടെ വലിയ ടോയ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഏതെങ്കിലുമൊക്കെ ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് എടുത്ത് എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഹാപ്പിയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.